ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മക്കൾ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. സന്താന ഭാഗ്യത്തിന് വേണ്ടി കൊതിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പേർ. ചിലവർ ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർ, അതായത് IVF ഒക്കെ ചെയ്ത് കാത്തിരിക്കുന്നവർ. അതല്ലാതെ സാധാരണ രീതിയിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാത്തവർ. ആർക്ക് വേണമെങ്കിലും ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. വിശ്വാസപൂർവ്വം ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ശുഭ രാഹുവിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അനുഗ്രഹം കിട്ടുകയുള്ളൂ. നമുക്ക് സന്താന ഭാഗ്യത്തെ തടയുന്ന ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ്. അതിൽ സ്ത്രീകളിൽ ശുക്രനോട് കേതു ചേർന്നിരിക്കുമ്പോഴും പുരുഷന്മാരിൽ ബുധനോ അല്ലെങ്കിൽ ഗുരുവായിട്ടോ കേതു ചേർന്നിരിക്കുമ്പോഴും അങ്ങനെയുള്ള ജാതകക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മാസത്തിൽ പൂയം നക്ഷത്രം വരുന്ന ദിവസം, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചതയം നക്ഷത്രം വരുന്ന ദിവസം, ഇതിൽ ഏത് ദിവസമാണോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ആ ദിവസത്തിൽ അഷ്ടഭുജ ദുർഗാക്ഷേത്രത്തിൽ പോകുക. അതായത് 8 കൈകളോട് കൂടിയ ദുർഗാ ഭഗവതിയുള്ള ക്ഷേത്രം. ഇതിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും തന്നെയില്ല. 8 കൈകളോട് കൂടിയ ദുർഗാദേവി ക്ഷേത്രത്തിൽ തന്നെ പോകണം. ഇനി ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ലാത്തവർ 8 കൈകളുള്ള ദുർഗാദേവിയുടെ ഒരു സ്റ്റാച്യു മേടിച്ച് വീട്ടിൽ വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം. ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതിനാണ് എപ്പോഴും 100% റിസൾട്ട് എന്നറിയാമല്ലോ. പക്ഷേ ഇപ്പം ചിലപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വീടിനടുത്തൊന്നും. ഇപ്പം എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ദുർഗാക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകണം. സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു നിവൃത്തിയും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നവരോട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റാച്യു മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാമെന്ന് പറയുന്നവർ. അങ്ങനെയുള്ളവർ ഞാൻ ഈ പറഞ്ഞ പൂയം അല്ലെങ്കിൽ ചതയം നക്ഷത്രത്തിൽ ഈ പറയുന്ന ദുർഗാദേവി ക്ഷേത്രത്തിൽ പോകണം. പോകുമ്പം അമ്മയ്ക്ക് അഭിഷേകത്തിനായിട്ട് നെയ്യ്, മഞ്ഞൾപ്പൊടി, തേന്, ഒപ്പം തന്നെ നാരങ്ങാനീര് മസ്റ്റാണ്. കണക്ക് പ്രകാരം പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 5 ലിറ്റർ നാരങ്ങാനീര് ദേവിക്ക് അഭിഷേകത്തിനായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അത് സാധിക്കാത്തവർ നിങ്ങളെക്കൊണ്ട് എത്രയാണോ നമ്മൾ തന്നെ നാരങ്ങ വാങ്ങി സ്ക്യൂസ് ചെയ്ത് ആ ജ്യൂസ് എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്ത് അമ്മയ്ക്ക് അഭിഷേകം ചെയ്യണം. ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ മാത്രം ചെയ്യുക. അത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മുതൽ നിങ്ങൾ വീട്ടിൽ ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യം 48 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഇപ്പം പൂയം നക്ഷത്രത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്താൽ അതിൻ്റെ പിറ്റേ ദിവസം ആയില്യം നക്ഷത്രം മുതൽ ചെയ്തു തുടങ്ങണം. ഇനി അങ്ങനെയല്ല, ചതയം നക്ഷത്രത്തിലാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ഈ ഒരു വഴിപാട് ചെയ്തതെങ്കിൽ പൂരുരുട്ടാതി നക്ഷത്രം മുതൽ ഈ ഒരു കാര്യം വീട്ടിൽ ചെയ്യണം. വീട്ടിൽ ദുർഗാദേവിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുൻപിലായിട്ട് ചെയ്യാം. ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്ക്, അതിന് മുൻപിലായിട്ട് ആദിശങ്കരാചാര്യർ നമുക്ക് അരുൾ ചെയ്തൊരു സ്തോത്രം ആണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ഈ സൗന്ദര്യ ലഹരിയിലെ 3ാമത്തെ ശ്ലോകം നമ്മൾ 9 പ്രാവശ്യം ദിവസവും ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യണം. അതിൻ്റെ ആ ഒരു യന്ത്രം വരച്ച് അതിന് മുൻപിലിരുന്ന് നമ്മൾ ഈ ഒരു സ്തോത്രം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ പുത്രഭാഗ്യം, അതായത് സന്താന ഭാഗ്യം 100% ഷുവറായിട്ട് കിട്ടും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്തോത്രപാരായണത്തിലൂടെ ആ പുണ്യം നമ്മളിലോട്ട് ചേർന്ന് വരും, നമ്മളെ തേടി വരും. അതുവഴി നമുക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ആ 3ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രമാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു ചെറിയ പലകയോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡോ എന്താണോ പറ്റുന്നത് അതെടുത്ത് നന്നായിട്ട് തുടച്ചിട്ട് ഈ ഒരു യന്ത്രം വരയ്ക്കുക. ഇത് എല്ലാ ദിവസവും പുതിയത് വരയ്ക്കണം. മാക്കോലമായിട്ട് വേണം നമ്മളിത് വരയ്ക്കാനായിട്ട്. നടുക്ക് എഴുതിയിരിക്കുന്നത് ക്ലീം എന്നാണ്.
അതിനുശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ യൂട്യൂബിൽ സൗന്ദര്യലഹരി 3rd ശ്ലോക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. സുസ്മിത ജഗദീശൻ ചേച്ചി നല്ല രീതിയിൽ ചൊല്ലിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ 9 പ്രാവശ്യം കേട്ടാൽ മതിയാവും. ചൊല്ലാൻ അറിയുന്നവർ ഇപ്പോൾ ഒരു 2-3-4 ദിവസം നമ്മളിത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. ആ സമയം മുതൽ നമുക്കിത് ചൊല്ലാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അവിദ്യാനാമാന്തസ്ഥിതിമിര മിഹിര ദീപനഗരി ജഡാനാം ചൈതന്യസ്ത്രംബകമകരന്ദ ശ്രുതിജരി ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപു വരാഹസ്യ ഭവതി. ഇതാണ് മന്ത്രം. ഇത് എളുപ്പമാണ്. മറ്റുള്ള ശ്ലോകങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചൊല്ലാൻ കുറച്ച് കൂടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ചൊല്ലണം. എല്ലാ ദിവസവും നമ്മളിത് യന്ത്രം വരച്ച് ചൊല്ലണം. ഒരേ സമയം ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും ഉത്തമമാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം സെലക്ട് ചെയ്ത് എല്ലാ ദിവസവും ഇത് ചൊല്ലുക. ഇത് ചൊല്ലി തീർന്നതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി IVF ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതായത് ആദ്യം പ്രാർത്ഥന, ശേഷം ചികിത്സ. ഇനി അങ്ങനെയല്ല, നമുക്ക് നോർമലായിട്ട് ചികിത്സയൊന്നും ചെയ്യാതെ ഇതിന് വേണ്ട കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയാണെങ്കിൽ 48 ദിവസം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരീരത്തെ അതിനു വേണ്ടിയിട്ട് പാകപ്പെടുത്തുക എന്നുള്ളതാണ്. 2 പേരും ഒരേ സമയത്ത് ഒരുപോലെ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലാൻ പറ്റിയാൽ അതിന് ഫലസിദ്ധി വളരെയധികമാണ്. നാരങ്ങ നീര് കൊണ്ടുള്ള അഭിഷേകം വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു മന്ത്രം ചൊല്ലി ദേവിക്ക് തേനിൽ കുങ്കുമപ്പൂവിട്ട് വേണം നമ്മൾ നിവേദ്യമായിട്ട് സമർപ്പിക്കാൻ. അതിനുശേഷം അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് കഴിക്കാവുന്നതാണ്. 48 ദിവസം നിങ്ങളിത് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിയാൽ തീർച്ചയായും സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള കൺഫ്യൂഷനും വേണ്ട. അതേപോലെ ഭാര്യ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഭർത്താവ് വീടിനടുത്ത് എവിടെയെങ്കിലും കറുത്ത കളറിലെ പശു ഉണ്ടെങ്കിൽ പറ്റുമ്പോഴൊക്കെ നമ്മുടെ കറിക്കടല വെള്ളത്തിലിട്ട് കുതിർത്തതും അതേപോലെ തന്നെ കറുകപ്പുല്ലും കൊടുത്ത് പശുവിൻ്റെ അനുഗ്രഹം മേടിക്കുന്നത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ IVF പോലെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഡോക്ടർ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയും. കാരണം നമ്മളത് അത്രമാത്രം കെയർ കൊടുക്കണം. അപ്പോൾ ആ കെയർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കും. ഈ ഒരു 9 മാസം, അതായത് പ്രഗ്നൻ്റ് ആയി എന്നറിയുന്ന അന്ന് മുതൽ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ നിങ്ങളിത് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കുഞ്ഞുമായിട്ട് ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ആ ഒരു സമയത്ത് ആ അഷ്ടഭുജ ദുർഗാക്ഷേത്രത്തിൽ പോയി നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അതവിടെ ദേവിക്ക് സമർപ്പിക്കാനും ആരും മറക്കരുത്. അപ്പം ഈ ഒരു കാര്യം ഇത് വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ വിശ്വാസപൂർവ്വം. അതായത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി കാത്തിരിക്കുന്ന വ്യക്തികൾ ഇതൊന്ന് ചെയ്താൽ ഫലസിദ്ധി ഉറപ്പായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.